എടാ പൊക്കിമോനെ ചാടടാ, ചോടി ആ ബോള് കഴിക്കടാ, അല്ലല്ല മുട്ട കഴിക്കടാ. ഒരുമാതിരി മഞ്ഞ ഉടുപ്പും. ഡി നീ എന്നാ കാണിക്കുവാ? നിന്നോട് IELTS പഠിക്കാൻ പോവാൻ ഞാൻ പറഞ്ഞോ? ഒരിടത്ത് പഠിച്ചതിന്റെ ക്ഷീണം അങ്ങോട്ട് തീർന്നിട്ടില്ല അതിന് മുമ്പ്. എന്റെ കാശ് കളയാനാണോടി നീ കൊച്ചിയിലാണ്ട് വലിയ കൊമ്പത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ചേർന്നത്? ഞാൻ ആക്രാന്ത ബൂത്ത് അവർ 500 പേരെ എടുത്തു. റൂമിനകത്താണെങ്കിൽ ലിസണിങ്ങിന് 4 സിസ്റ്റം. എന്റെ ടേൺ വന്നപ്പോഴത്തേക്കും കോഴ്സ് തീർന്നു. എന്നിട്ട് നീ എന്താ ഇത് എന്നോട് നേരത്തെ പറയാഞ്ഞത്? ഇത് മമ്മിക്ക് വിഷമമുണ്ടോന്ന് കരുതി ഞാൻ പറയാനോ? അയ്യോ സ്നേഹം ഒലിക്കുകയാണല്ലോ. മമ്മി പൊന്നല്ലേ. ഒരു കാര്യം ചെയ്, അപ്പുറത്തെ ഒരു കൊച്ചു പഠിക്കുന്ന ഞാൻ കണ്ടതാ. മൈ IELTS പാർട്ട്ണർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്പ് ഉണ്ട്, അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യും. ഒരുത്തന്നെ സഹായം ഇല്ലാതെ തന്നെ പഠിക്കാം. ആപ്പ് ദിസ് ഇസ് റിഡിക്കുലസ് മമ്മി. No, 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 no. This is not ridiculous. This is puerile, this is facetious, and this is asinine. ആപ്പ് ഏതാന്നാ പറഞ്ഞേ? മൈ IELTS പാർട്ട്ണർ. ഇപ്പൊ മഴക്കാലമൊക്കെ ആണല്ലോ. ഒരു പുതപ്പൂടെ കിട്ടിയാൽ നമുക്ക് ചുരുണ്ട് മൂടി കിടക്കാം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് snug as a bug in a rug എന്നാണ്. So yesterday I couldn't wake up because it was very cold in the morning, so I snugged as a bug in a rug എന്ന് പറയാം. ചില ബുദ്ധിമുട്ടാ, പക്ഷെ സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സ്വയം അവരെ തന്നെ മോൾ, മോൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. ഈ മോളെന്ന് പറയുന്നത് അവർ തന്നെയാണ്. മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബേബിക്ക് വിശക്കുന്നു, കുഞ്ഞാവയ്ക്ക് വിശക്കുന്നു, കുഞ്ഞാമ്മയ്ക്ക് വിഷമം വരുന്നു എന്നൊക്കെ പറയുന്നു. കോളേജിൽ ഒരു കാലത്ത് ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ വരുത്താനുള്ള ഒരു ശ്രമമാണ്. സന്തോഷ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന മൂവിക്കകത്തു നിന്ന് ജെനിലിയ ഡിസൂസ ചെയ്യാൻ ശ്രമിച്ച സാധനമാണ് ഈ ചെയ്യുന്നത്. ഒരു കാലം വരെ അത് നല്ലതാണ്. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പിടിച്ച് 2 എണ്ണം കൊടുക്കാൻ തോന്നും, പക്ഷെ അവരത് ചെയ്യത്തില്ല. പാവം കുട്ടി എന്തോ പറ്റിയതാണെന്ന് വിചാരിക്കും. അപ്പം ഇങ്ങനെ ഈ കൊഞ്ചുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ മണ്ടത്തരം തന്നെ വിളിച്ചുകൊണ്ട് കൂടെ വിളിച്ച് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക്, ഇങ്ങനെ ചറപറ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ആളുകളെ നമ്മൾ, അല്ലെങ്കിൽ അവരുടെ ആ പ്രവർത്തിക്ക് പ്രാറ്റലിംഗ് എന്ന് പറയും, പ്രാറ്റൽ എന്ന് പറയും. നമ്മുടെ ഇടയിൽ ഈ വട്ട് കേസുകളെന്ന് നമ്മൾ പറയുമല്ലോ, അതായത് പറയുന്നതൊന്നും അവർ മീൻ ചെയ്ത് പറയുന്നതല്ല, ചുമ്മാ തമാശയ്ക്ക് പറയുന്നതാണ്. അപ്പം ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് അവർ ബെല്ലും ബ്രേക്കും ഒന്നും ഉണ്ടാകത്തില്ല, വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയും. അതിൻ്റെ പേരിൽ ഒത്തിരി പേര് ഒഫൻഡഡ് ആയിട്ടുണ്ട്, വലിയ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ വരെ ഇരിക്കുന്ന പരിപാടികളുണ്ട്. ഒന്നും മീൻ ചെയ്ത് പറയുന്നതല്ല, ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ളവർ നമ്മൾ സാധാരണ വട്ടേസ് അല്ലെങ്കിൽ കാര്യമായിട്ട് എടുക്കേണ്ട, അത് മനസ്സിലൊന്നും വെച്ച് പറയുന്നതല്ല, ചുമ്മാ ബളബളാന്ന് പറയുന്നതാണ് എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ളവരെ നമ്മൾ പറയുന്നത് നട്ടി ആസ് ഫ്രൂട്ട് കേക്ക്സ് എന്നാണ്. നട്ടി ആസ് ഫ്രൂട്ട് കേക്ക്സ്. സോ ഡോണ്ട് മൈൻഡ് വാട്ട് ഹീ സെഡ്, ജസ്റ്റ് റിലാക്സ്, ഹീസ് ജസ്റ്റ് നട്ടി ആസ് ഫ്രൂട്ട് കേക്ക്സ് എന്ന് പറയും. ചെറിയൊരു വട്ടേസ്, അത് പറയുന്നൊന്നും അത്ര കാര്യമാക്കണ്ട എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശരിയാ, എന്തായാലും അയാളുടെ ഒരു സാഹചര്യം മൂലമായിരിക്കും അയാളത് ചെയ്തത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ അയാൾ കാണിച്ചത് മഹാ തെണ്ടിത്തരവും ചെറ്റത്തരവുമായിപ്പോയി. നമ്മൾ മര്യാദയുടെ ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ച് വരുമ്പം പെട്ടെന്ന് നമ്മുടെ വായിൽ നാട്ടുഭാഷ വന്നു പോയെങ്കിൽ അതാ കൂടി നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് ഒഫൻഡഡ് ആയി പോകുമോ എന്നുള്ളതൊക്കെ ചിന്തിച്ച് നമുക്ക് അവരോടൊരു ഫൊർഗിവ്നെസ്, ഒരു അപ്പോളജൈസ് ചെയ്യാൻ പറ്റുമ്പം, അപ്പോളജൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് ഫൊർഗിവ് മൈ ഫ്രഞ്ച് എന്ന്. അതായത് എൻ്റെ ഫ്രഞ്ച് ഫൊർഗിവ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞത് എന്നോടൊന്ന് ക്ഷമിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അച്ഛനും അമ്മയ്ക്ക് സുഖമല്ലേ? ഞാൻ ചോദിച്ചായിട്ട് പറഞ്ഞേക്കണം കേട്ടോ. ഏത് അച്ഛനും അമ്മയും? ആ ശരിക്കും ഈ അച്ഛനും അമ്മയ്ക്ക് നിങ്ങൾ ആരാന്നറിയോ? ചുമ്മാ ഒരു ഭംഗി വാക്കിയിട്ടെങ്കിൽ പറയുന്നതാണ്. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് ഞാൻ പ്രാർത്ഥനയിൽ ഓർത്തേക്കാം കേട്ടോ എന്ന്. സോ ഇതൊരു വൈറ്റ് നോയ്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ചുറ്റിനും നമ്മൾ കേൾക്കുന്ന കലവിലകളല്ലേ, ഈ പക്ഷികളുടെ ചിലപ്പ്, കാക്കയുടെ ചിലപ്പ്, ഇതൊക്കെ കുറേ കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്ത് പോലുമില്ല. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ മറ്റ് ശബ്ദങ്ങളിലാത്ത വളരെ കോമൺ ആയി പോകുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് വൈറ്റ് നോയ്സ് എന്ന് പറയുന്നത്. ഇതിന് ടെക്നിക്കൽ, അതായത് സയന്റിഫിക് സൈഡ് ഉണ്ട്, പക്ഷേ ഇത് ലിറ്റററി കോൺസെപ്റ്റിൽ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ആയുധമായിട്ടൊരു 10-20 ഗുണ്ടകൾ എനിക്ക് ചുറ്റിനും നിൽക്കുക. ഞാനുണ്ടല്ലോ ഒരൊറ്റ കറക്കമായിരുന്നു. എന്റെ പൊന്ന്, ഈ കഥ ഞാൻ കുറെ കേട്ടാ, നിർത്ത് മതി. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ കഥകൾ തന്നെ പിന്നെയും പറയുന്ന ഒരുപാട് അച്ചച്ചന്മാരും കൊച്ചച്ചന്മാരും പിന്നെ അമ്മായിമാരും അമ്മാവന്മാരും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. അപ്പൊ ഈ ആവർത്തിച്ച് പറയുന്ന കഥകൾ, അതായത് ഈ നമ്മുടെ ഏറെക്കുറെ തള്ള്, അതിന് പറയുന്നത് ദേജാ പൂ എന്നാണ്. നിങ്ങൾ ദേജാ വൂ എന്ന് കേട്ടിട്ടുണ്ട്? അതല്ല, ഇത് ദേജാ പൂ. ഏർബൻ ഡിക്ഷണറിക്കകത്തുള്ളത്, വലിയ ഓക്സ്ഫോർഡിനകത്ത് പോയി നോക്കിയാലൊന്നും കിട്ടുകയില്ല. മറ്റേ നമ്മുടെ ആ ശാലിൻ്റെ കെട്ടിയോനല്ലേ, പുള്ളി ഒരു സിൽവർ ഫോക്സ് ആണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ സിൽവർ ഫോക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാണ്ട് വലിയ ചെറിയ വലുതായിരിക്കുമെന്ന്. അതായത് ഈ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആണുങ്ങൾ നല്ല നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് സിൽവർ ഫോക്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ശാലിനി ആരാണ്? നമ്മുടെ തലയാജത്തിൻ്റെ കെട്ടിയോട് ആരുമാണ് ഞാൻ പറഞ്ഞത്.
പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ബാസ്ക്കറ്റ് കില്ലിംഗ് എന്ന് വെച്ചാൽ മാസീവ് ആയിട്ടുള്ള കൊലപാതകം ഒരാൾ പല സ്ഥലങ്ങളിൽ പല ഉദ്ദേശത്തിന് ചെയ്യുന്നതാണ്. ആൻഡ് ഇതിനെക്കുറിച്ച് ഒരു കൂടുതൽ ധാരണ കിട്ടണമെങ്കിൽ CBI 5 ദ ബ്രെയിൻ കാണണം. ചാക്കോ, നിന്നോട് ഡമ്മി ഇടാനാ പറഞ്ഞ, തേങ്ങ ഇടാനല്ല.